തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ കൂടി ഉത്തരം മുട്ടി പിണറായി സർക്കാർ. അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ബോർഡിന്റെ തലയിൽ വെച്ച് കെട്ടുകയാണ് വകുപ്പ് മന്ത്രിയും പാർട്ടിയും. അയ്യപ്പന് പേരിലുള്ള മറ്റൊരു തട്ടിപ്പാണിതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന് തലവേദനയാവുകയാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്തത് ബോർഡ് തന്നെ. അതിനാൽ ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി പറയുമെന്നാണ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു പാർട്ടിയും. കണക്ക് ശരിയാക്കിയില്ല, കണക്കെല്ലാം ശരിയായിക്കോളും. അത് ഞങ്ങൾക്ക് ഓർക്കുന്നില്ല. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? മുന്നണിക്കായി പ്രതിരോധം തീർക്കുന്നുണ്ട് CPI. എന്തുണ്ടായതെന്ന് തീർച്ചയായിട്ടും പരിശോധനയുണ്ടാകും. ദേവസ്വം ബോർഡ് അത് പരിശോധിക്കും. ദേവസ്വം ബോർഡ് അതിന്റെ പരിഹാരവും കണ്ടെത്തും. പരിപാടി നടത്തിയത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ് ഇപ്പോൾ തടിയൂരാൻ ശ്രമിക്കുന്ന സർക്കാരിനോട് ഒരു ചോദ്യം. എങ്കിൽ അതിഥികൾക്ക് താമസിക്കാൻ എന്തിന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ മുറി ബുക്ക് ചെയ്തു? അതായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാർ നീക്കത്തിന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കൈപൊള്ളിയിരിക്കുന്നു. ഹൈക്കോടതി കണക്ക് തരാൻ പറഞ്ഞ കേസിൽ പോലും ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ശബരിമലയിൽ നിന്നും എന്തെല്ലാം അടിച്ചുമാറ്റി കാണുമെന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും? ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുമെന്നാണ്. എല്ലാം സർക്കാർ തന്നെയുണ്ടാക്കിയ പുലിവാലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഹസിച്ചു. ആ തന്ന ഇൻഫർമേഷനും കോടതിയിൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ പുറത്ത് സംസാര വിഷയം നിൽക്കുന്നത് പലതും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതിൽ ഏതാണ് സത്യം എന്നുള്ളത് നിങ്ങൾ മന്ത്രിയോട് ചോദിച്ചാൽ മതി. കണക്ക് വെച്ച് കള്ളക്കളി പറ്റിയല്ലേ? കണക്കിനകത്ത് സത്യമല്ലേ വരാൻ പറ്റൂ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആയുധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ആഘാതം കുറയ്ക്കാൻ സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. കിടക്ക മുതൽ ഭജന വരെ എല്ലാത്തിലും തട്ടിപ്പും ക്രമക്കേടുമാണെന്ന വിവരം പുറത്തായതോടെ സർക്കാർ വിയർക്കുകയാണ് എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.